തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ വൻ അഴിച്ചുപണിക്ക് വട്ടം കൂട്ടി മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ അധ്യക്ഷയുമായ മമതാ ബാനർജി. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ മറികടക്കാൻ പല വഴികളും പാർട്ടി സ്വീകരിക്കുന്നതിനാൽ തന്നെ തൃണമൂൽ പക്ഷത്തുണ്ടായിരുന്ന എംപിമാർ അടക്കം വിമത പക്ഷത്തേക്ക് ചാടിയത് പാർട്ടിക്ക് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പാർട്ടി ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ള സത്യം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ തന്നെ തുറന്നു സമ്മതിച്ചതായും അത് മമതയ്ക്ക് വലിയ തിരിച്ചടി നൽകിയതായും തന്നെ വിലയിരുത്തലുണ്ട്. മാത്രമല്ല ഏറെയും മമതയുടെ വിശ്വസ്തർ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പടിയിറങ്ങി വിമതപക്ഷത്തേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഈ അഴിച്ചുപണിയിൽ യുവ നേതാക്കളെ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുകയും പാർട്ടി വിട്ടവരെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേതൃത്വവുമായി ഭിന്നതയിലുള്ള എംപിമാരുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ അച്ചടക്കം ഉറപ്പാക്കുവാനും ഐക്യം പ്രകടിപ്പിക്കുവാനുമാണ് ഈ ഒരു നീക്കം. കഴിഞ്ഞ ദിവസം മമതയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ പാർട്ടിയിലെ മുതിർന്ന നേതാവും കൊൽക്കത്ത നോർത്ത് മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമായ സുദീപ് ബന്ദോപാധ്യായ വിമത ഗ്രൂപ്പിൽ ചേർന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ തന്നെ മുൻ മന്ത്രി മാനസ് ധൂനിയാകട്ടെ പാർട്ടി വിട്ടുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ്. ഇതോടുകൂടി തന്നെ കൂടുതൽ പ്രതിരോധത്തിലായ മമതയാകട്ടെ വീണ്ടും തൃണമൂലിന്റെ ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള തത്രപ്പാടുകൾ അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഒരു രീതിയിലേക്ക് നടത്തുന്നത്. അതേപോലെ തന്നെ പാർട്ടിയുടെ വിവിധ പോഷക സംഘടനയിലും പ്രാദേശിക ഘടനകളിൽ പോലും വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്താൻ ഒരുങ്ങിയിരിക്കുന്നത്. യുവ നേതാവായ അർണബ് ബാനർജിയെ സംസ്ഥാന തൃണമൂൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും കുനാൽ ഘോഷിനെ വടക്കൻ കൊൽക്കത്ത സംഘടനാ ജില്ലാ പ്രസിഡന്റായും നിയമിച്ചു. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ പുതിയ തീരുമാനങ്ങൾക്ക് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ ന്യൂനപക്ഷ സെൽ പ്രസിഡന്റായി തന്നെ മുസാഫർ ഹുസൈനെയും മഹിളാ വിംഗ് അതായത് വനിതാ വിഭാഗത്തിലേക്ക് പ്രസിഡന്റായി അലീഫ അഹമ്മദിനെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പാർട്ടി നേതൃത്വവുമായി അകലുകയും സംഘടന വിട്ടുപോവുകയും ചെയ്ത നേതാക്കളെ ഇവിടെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ പുനർസംഘടനയെന്ന് യോഗത്തിന് ശേഷം ഇവിടെ തൃണമൂൽ എംപി മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ സൗഗത റോയിയെയും ജ്യോതിപ്രിയ മാലിക്കിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി വിട്ട വിമതരെ പൂർണ്ണമായും വെട്ടിമാറ്റിയതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മഹുവ മൈത്ര, ഭീമൻ ബാനർജി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ അവിടെ സൂം വഴി വെർച്വലായി തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു. അടുത്തിടെ തന്നെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണങ്ങളെയും പാർട്ടി ഓഫീസുകൾ തകർത്തതിനെയും യോഗം ശക്തമായി തന്നെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. 4000 EVMകൾ കത്തിച്ചതിനെയും യോഗത്തിൽ പാസാക്കിയ പ്രമേയത്തിലൂടെ തന്നെ TMC അപലപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം പാർട്ടിയിലെ ഒരു വിഭാഗം ജനപ്രതിനിധികൾ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര അഴിച്ചുപണി എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ 20ഓളം ലോക്സഭാ എംപിമാർ പാർട്ടി നേതൃത്വവുമായി ഭിന്നതയിലാണ് എന്നും അതിൽ 19 പേർ ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിൽ തങ്ങളുടെ പേരുകൾ അവിടെ സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതെല്ലാം വലിയ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുകയും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നതെന്ന വിലയിരുത്തലാണ് സൂചിപ്പിക്കുന്നത്. പാർട്ടിയുടെ ഭാവിയെയും നിലനിൽപ്പിനെയും കുറിച്ച് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് സംഘടനയിലെ അച്ചടക്കം കർശനമാക്കാനും തങ്ങൾ അവിടെ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പൊരുതാനായി തന്നെ ഇവർ പോകുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ സുപ്രധാനമായ നീക്കങ്ങൾക്ക് മമതാ ബാനർജി അടക്കം നേതൃത്വം നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.